ഹായ് കൂട്ടുകാരെ, ഏവർക്കും ലേൺസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചാണ്. പരീക്ഷകളിൽ സ്ഥിരം ആവർത്തിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. 14 ദിവസത്തെ സാമ്പിൾ ക്ലാസ്സുകൾക്ക് ശേഷം സിലബസ് മുഴുവൻ പഠിപ്പിച്ചു തീർക്കുന്ന സ്പെഷ്യൽ കോഴ്സും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നതാണ്. പലരുടെയും ഏറ്റവും വലിയ വിഷമമാണ് ചരിത്രം പഠിക്കാൻ ഭയങ്കര ബോറാണെന്നുള്ളത്. എന്നാൽ ചരിത്രം പഠിക്കാൻ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. നമ്മൾ തിരുവിതാംകൂറിലെ 12 രാജാക്കന്മാരെ കുറിച്ചാണ്, 12 ഭരണാധികാരികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് വളരെ എളുപ്പത്തിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പഠിക്കാനുള്ള എളുപ്പ വഴി നമ്മൾ നോക്കിയാൽ ഇവരുടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ക്രമം, ഓരോ രാജാക്കന്മാരുടെയും ക്രമം നമുക്ക് പഠിക്കാൻ എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് 4 ഗ്രൂപ്പുകളായി അവരെ തിരിക്കുക എന്നതാണ്. ഗ്രൂപ്പ് എയിൽ 3 ഏട്ടന്മാരും ഒരു കൂട്ടുകാരനും, ഗ്രൂപ്പ് ബിയിലായപ്പോൾ 2 റാണിമാരാണ്, ഗ്രൂപ്പ് സിയിലായപ്പോൾ 5 നക്ഷത്രങ്ങളാണ്, ഗ്രൂപ്പ് ഡിയിലായപ്പോൾ ക്ലൈമാക്സ് ആണ് അവസാനത്തെ 2 പേർ. ഇത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഈ കോഡ് ഓർമ്മ വരും, എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം. അപ്പം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഓർമ്മ വരും. ഒന്ന് ഓർത്തു വെക്കുക. ഗ്രൂപ്പ് എയിൽ നമ്മൾ എത്ര പേരെയാണ് പഠിക്കേണ്ടത്? 3 ഏട്ടന്മാരെയും ഒരു കൂട്ടുകാരനെയുമാണ്. ഗ്രൂപ്പ് ബിയിലായപ്പോഴോ 2 റാണിമാരെ പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് സി ആയപ്പോൾ 5 നക്ഷത്രങ്ങളെ പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡി ആയപ്പോൾ ക്ലൈമാക്സ് ആണ്, അവസാനത്തെ 2 പേരാണ്. നമ്മൾ ഇതിൽ ആദ്യം പഠിക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണ കാലഘട്ടം എന്നു മുതൽ ഇന്ന് വരെയാണ്. 1729 മുതൽ 1758 വരെയാണ്. 1729 മുതൽ 1758 വരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം. എന്നു മുതൽ എന്ന് വരെയാണ്? 1729 മുതൽ 1758 വരെ, 29 വർഷങ്ങളോളം. നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുകയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചിൽ യുദ്ധം ഏത് വർഷം? 1741. കുളച്ചിൽ യുദ്ധം എന്നാണ്? 1741 ഡച്ചുകാരെ തോൽപ്പിച്ചു. ആര് തോൽപ്പിക്കുന്നു? മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുന്നു. അപ്പൊ കുളച്ചിൽ യുദ്ധം എന്നാണ്? 1741 ഈ യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തുന്നു? ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. 1750 ഒന്നാം തൃപ്പടിദാനം. 1750 എന്താണ്? ഒന്നാം തൃപ്പടിദാനം. ഇതിലൂടെ രാജ്യം ദൈവത്തിന് നൽകി. അതായത് പത്മനാഭന് കൊടുത്തു. തൻ്റെ രാജ്യം മാർത്താണ്ഡവർമ്മ ആർക്ക് കൊടുത്തു? പത്മനാഭന് സമർപ്പിച്ചു. അതാണ് തൃപ്പടിദാനം. ഏത് വർഷം? 1750. മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതും ആര് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്തൊക്കെയാണ് ആരംഭിച്ചത്? മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കുളച്ചിൽ യുദ്ധം നടന്നത് എന്നാണ്? 1741. ഈ യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തുന്നു? ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. 1750 ഏതാണ്? ഒന്നാം തൃപ്പടിദാനം. രാജ്യം ദൈവത്തിന് നൽകി. മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചു. ഇനി നമുക്കിതിന്റെ മെമ്മറി കോഡ് നോക്കാം. മാർത്താണ്ഡൻ കുളത്തിൽ മുങ്ങി, ഭദ്രമായി രാജ്യം ദൈവത്തിന് കൊടുത്തു. എന്താണ്? മാർത്താണ്ഡൻ കുളത്തിൽ മുങ്ങി, ഭദ്രമായി രാജ്യം ദൈവത്തിന് കൊടുത്തു. മാർത്താണ്ഡൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കുളത്തിൽ എന്താണ്? കുളച്ചിൽ യുദ്ധമാണ്. ഭദ്രമായി എന്നത് എന്താണ്? ഭദ്രദീപമാണ്. രാജ്യം ദൈവത്തിന് കൊടുത്തു. എന്തായിരുന്നു? തൃപ്പടിദാനം. അപ്പൊ ഈ കോഡ് മാത്രം ഓർത്താൽ മതി. മാർത്താണ്ഡൻ കുളത്തിൽ മുങ്ങി, ഭദ്രമായി രാജ്യം ദൈവത്തിന് കൊടുത്തു. അപ്പൊ മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. കുളച്ചിൽ യുദ്ധം ഏത് വർഷം? 1741. ആരെ തോൽപ്പിക്കുന്നു? ഡച്ചുകാരെ തോൽപ്പിക്കുന്നു. 1750 തൃപ്പടിദാനമാണ്. രാജ്യം ദൈവത്തിന് നൽകി എന്നാണ് 1750 തൃപ്പടിദാനം. അതിലൂടെ രാജ്യം ആർക്ക് നൽകുന്നു? ദൈവത്തിന് നൽകുന്നു. മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചു.
ഇനി നമുക്ക് അടുത്തതായിട്ട് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നോക്കാം. 1758 മുതൽ 1798 വരെ 40 വർഷത്തോളം 1758 മുതൽ 1798 വരെയാണ്. ഈ രാജാക്കന്മാരുടെ എല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. കൂടുതൽ സിലബസ് അനുസരിച്ചുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ എന്നായിരിക്കും തുടങ്ങുന്നത്? 14 ദിവസത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ക്ലാസ്സിലായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് ആരെക്കുറിച്ചാണ്? കാർത്തിക തിരുനാളിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ടിപ്പു സുൽത്താനെ നേരിട്ടു. ടിപ്പു സുൽത്താനുമായി യുദ്ധം നടത്തിയിട്ടുണ്ട് ആര്? കാർത്തിക തിരുനാൾ. രാജ്യരക്ഷയ്ക്ക് നെടുങ്കോട്ട കെട്ടി. രാജ്യരക്ഷയ്ക്ക് വേണ്ടി എന്ത് കെട്ടി? നെടുങ്കോട്ട കെട്ടി. തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പൊ ടിപ്പു സുൽത്താനെ നേരിട്ടിട്ടുണ്ട്. രാജ്യരക്ഷയ്ക്ക് നെടുങ്കോട്ട കെട്ടി. തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാളാണ്. അതുപോലെ തന്നെ നെടുങ്കോട്ട പണിതതും ആര് തന്നെയാണ്? കാർത്തിക തിരുനാളാണ്. രാജാ കേശവദാസ് ദിവാനായിരുന്നു. രാജാ കേശവദാസിന്റെ പ്രത്യേകത എന്താണ്? ആലപ്പുഴ നഗരത്തിന്റെ ശില്പിയാണ്. ആലപ്പുഴയുടെ ശില്പിയാണ് ആര്? രാജാ കേശവദാസ്. ഈ രാജാ കേശവദാസൻ ആരുടെ ദിവാനായിരുന്നു? കാർത്തിക തിരുനാളിന്റെ ദിവാനായിരുന്നു. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ്. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നു. അപ്പൊ ഒന്നുകൂടി നോക്കാം. ടിപ്പു സുൽത്താനെ നേരിട്ടു. രാജ്യരക്ഷയ്ക്ക് നെടുങ്കോട്ട കെട്ടി. അപ്പൊ നെടുങ്കോട്ട പണിതത് ആരാണ്? കാർത്തിക തിരുനാളാണ്. തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും ആരാണ്? കാർത്തിക തിരുനാളാണ്. രാജാ കേശവദാസ് എന്താണ് പ്രത്യേകത? ആലപ്പുഴ ജില്ലയുടെ ശില്പി അല്ലെങ്കിൽ ആലപ്പുഴയുടെ ശില്പിയാണ് രാജാ കേശവദാസ്. ഈ രാജാ കേശവദാസ് ആരായിരുന്നു? കാർത്തിക തിരുനാളിന്റെ ദിവാനായിരുന്നു. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവും ആര് തന്നെയാണ്? കാർത്തിക തിരുനാളാണ്. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നു. നമുക്കിനി കോഡ് നോക്കാം. ധർമ്മൻ തല മാറ്റി കോട്ട കെട്ടി കേശവനെ കാവൽ നിർത്തി. എന്താണ്? ധർമ്മൻ തല മാറ്റി കോട്ട കെട്ടി കേശവനെ കാവൽ നിർത്തി. ധർമ്മൻ ആരാണ്? ധർമ്മരാജ. കാർത്തിക തിരുനാളിനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? ധർമ്മരാജ എന്നും അതുപോലെ തന്നെ കിഴവൻ രാജ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ തല മാറ്റി, തലസ്ഥാനം മാറ്റി എങ്ങോട്ടാക്കി? തിരുവനന്തപുരത്തേക്കാക്കി. കോട്ട കെട്ടി. ഏത് കോട്ട? നെടുങ്കോട്ട കെട്ടി. കേശവനെ കാവലേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേശവൻ ആരാണ്? രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസിനെ ദിവാനാക്കി. രാജാ കേശവദാസിന്റെ പ്രത്യേകത എന്താണ്? ആലപ്പുഴ നഗരത്തിന്റെ ശില്പിയാണ്. ഇനി നമുക്ക് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ച് നോക്കാം. 1798 മുതൽ 1810 വരെയാണ്. 1798 മുതൽ 1810 വരെയാണ് ഭരണകാലഘട്ടം. എന്നു മുതൽ എന്ന് വരെയാണ്? 1798 മുതൽ 1810 വരെയാണ്. എന്താണ് പ്രത്യേകത? തിരുവിതാംകൂറിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ബാലനല്ലേ? ബാലനായതുകൊണ്ട് എന്താണ്? ഏറ്റവും ദുർബലനാണെന്ന് ഓർത്താൽ മതി. അപ്പൊ തിരുവിതാംകൂറിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേധാവിത്വം ആരംഭിച്ചതും ആരുടെ കാലത്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. കാരണം എന്താണ്? ബാലനാണ്. ബാലനായതുകൊണ്ട് എന്താണ്? ബ്രിട്ടീഷുകാർക്ക് വളരെ വേഗം തിരുവിതാംകൂറിൽ മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നോർത്ത് വെക്കുക. പിന്നെന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രധാന ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. പ്രത്യേകം ഓർക്കുക. രാജാവ് എന്തായിരുന്നു? ദുർബലനായിരുന്നെങ്കിലും ദിവാൻ അല്ലെങ്കിൽ മന്ത്രി ആരായിരുന്നു? പ്രശസ്തനായ നമ്മുടെ വേലുത്തമ്പി ദളവയായിരുന്നു. കുണ്ടറ വിളംബരം ഏത് വർഷമാണ്? 1809 കുണ്ടറ വിളംബരം എന്നാണ്. 1809 ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് ഇത്. കുണ്ടറ വിളംബരം ഏത് വർഷം? 1809. അപ്പൊ തിരുവിതാംകൂറിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേധാവിത്വം ആരംഭിച്ചതും ആരുടെ കാലത്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. പ്രത്യേകത എന്താണ്? കുണ്ടറ വിളംബരം 1809 വർഷമെന്നാണ്. 1809 കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് ഇത് കുണ്ടറ വിളംബരം. ഇനി നമുക്ക് ഓർത്തു വെക്കാനുള്ള കോഡ് എന്താണ്? ബലരാമന് ബലം കുറവാണ്, പക്ഷേ വേലു കുണ്ടറയിൽ ശക്തനാണ്. എന്താണ്? അപ്പൊ ഏറ്റവും ദുർബലനായത് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമനാണ്. അപ്പൊ അതിന് പകരം എന്താണ്? ബലരാമന് ബലം കുറവാണ്, പക്ഷേ വേലു എന്ന് പറയുന്നത് എന്താണ്? വേലുത്തമ്പിയാണ്. കുണ്ടറയിൽ ആരാണ്? ശക്തനാണ്. അപ്പൊ ഏറ്റവും ദുർബലനായ രാജാവിന് ഏറ്റവും ശക്തനായ മന്ത്രിയായിരുന്നു. അപ്പം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ മന്ത്രിയായിരുന്നു അല്ലെങ്കിൽ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ.
ഇനി നമുക്ക് അടുത്തതായിട്ട് റാണി ഗൗരി ലക്ഷ്മിഭായിയെ കുറിച്ച് നോക്കാം. 1810 1815 ഭരണകാലഘട്ടം എന്നാണ്. 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണകാലഘട്ടം. നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിനകത്ത് മറ്റ് വനിതാ ഭരണാധികാരികൾ ആരും വന്നിട്ടില്ല. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. ഓർക്കുക, റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ എന്ത് നിർത്തലാക്കി? അടിമക്കച്ചവടം നിർത്തലാക്കി. ഏത് വർഷം? 1812. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. ആര് നിർത്തലാക്കി? റാണി ഗൗരി ലക്ഷ്മിഭായി നിർത്തലാക്കി. ആദ്യമായി വാക്സിനേഷൻ തുടങ്ങി. ആദ്യമായി വാക്സിനേഷൻ കൊണ്ടുവന്നതാരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. സെക്രട്ടേറിയറ്റ്, അന്നത്തെ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്ന ഹജൂർ കച്ചേരി എന്നതായിരുന്നു. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പം ഹജൂർ കച്ചേരി എവിടെ നിന്നും എങ്ങോട്ട് മാറ്റി? കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. ഏത് വർഷം നിർത്തലാക്കി? 1812 നിർത്തലാക്കി. ആദ്യമായി വാക്സിനേഷൻ തുടങ്ങി. ആദ്യമായി എന്തു തുടങ്ങി? വാക്സിനേഷൻ തുടങ്ങി. സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ എന്താണ്, അന്നത്തെ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും എങ്ങോട്ട് മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇനി നമുക്ക് കോഡ് നോക്കാം. ലക്ഷ്മി അടിമകളെ മോചിപ്പിച്ച് വാക്സിൻ നൽകി സെക്രട്ടേറിയറ്റിൽ ഇരുത്തി. എന്താണ്? ലക്ഷ്മി അടിമകളെ മോചിപ്പിച്ച് വാക്സിൻ നൽകി സെക്രട്ടേറിയറ്റിൽ ഇരുത്തി. നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് പഠിക്കാം? ലക്ഷ്മി എന്ന് പറയുന്നത് ആരെയാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. അടിമകളെ മോചിപ്പിച്ചു, അതായത് അടിമത്തം നിർത്തലാക്കി, വാക്സിൻ നൽകി. എന്താണ്? വാക്സിനേഷൻ കൊണ്ടുവന്നത് ആരാണ്? നമ്മൾ പഠിച്ചു. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഇരുത്തി. അപ്പൊ കൊല്ലത്ത് നിന്നും ഹജൂർ കച്ചേരി എങ്ങോട്ട് കൊണ്ടുപോയി? തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. ഇനി നമുക്ക് റാണി ഗൗരി പാർവതിഭായിയെ നോക്കാം. 1815 മുതൽ 1829 വരെയാണ് ഭരണകാലഘട്ടം. എന്ന് മുതൽ എന്ന് വരെയാണ്? 1815 മുതൽ 1829 വരെയാണ് റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണകാലഘട്ടം. എന്ന് മുതൽ എന്ന് വരെയാണ്? 1815 മുതൽ 1829 വരെയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിൽ കാപ്പി കൃഷി ആരംഭിച്ചു. തിരുവിതാംകൂറിൽ കാപ്പി കൃഷി ആരംഭിച്ചതും ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. ഓർക്കുക, റാണി ഗൗരി പാർവതിഭായി. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തന അനുമതി നൽകി. ആർക്ക് പ്രവർത്തന അനുമതി നൽകി? ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തന അനുമതി നൽകി. ആര് നൽകി? റാണി ഗൗരി പാർവതിഭായി. അപ്പൊ എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. പ്രാഥമിക വിദ്യാഭ്യാസം എന്ത് ചെയ്തു? സൗജന്യവും നിർബന്ധിതവുമാക്കി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം ആരുടെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു? ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിൽ കാപ്പി കൃഷി ആരംഭിച്ചു. തിരുവിതാംകൂറിൽ എന്ത് കൃഷി? കാപ്പി കൃഷി ആരംഭിച്ചു. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തന അനുമതി നൽകി. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തന അനുമതി നൽകി. ആര് നൽകി? റാണി ഗൗരി പാർവതിഭായി നൽകി. ഇനി നമുക്ക് മെമ്മറി കോഡ് നോക്കാം. പാർവതി കാപ്പി കുടിച്ച് മിഷണറി സ്കൂളിൽ പഠിക്കാൻ പോയി. എന്താണ്? പാർവതി കാപ്പി കുടിച്ചു, മിഷണറി സ്കൂളിൽ പഠിക്കാൻ പോയി. അപ്പൊ പാർവതി എന്ത് കുടിച്ചു? കാപ്പി കുടിച്ചു. കാപ്പി കൃഷി നടത്തി, കാപ്പിയെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ എന്താണ്? മിഷണറിമാരെ എന്ത് ചെയ്തു? ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തന അനുമതി നൽകി. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ കാപ്പി കൃഷി നൽകി. പിന്നീട് എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരെക്കുറിച്ച് പഠിക്കുകയാണ്? സ്വാതി തിരുനാളിനെ കുറിച്ച് പഠിക്കുകയാണ്. ഭരണകാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണ്? 1829 മുതൽ 1846 വരെയാണ്. എന്ന് മുതൽ എന്ന് വരെയാണ്? 1829 മുതൽ 1846 വരെയാണ്.
സംഗീത ചക്രവർത്തി, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പൊ സ്വാതി തിരുനാൾ ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? സംഗീത ചക്രവർത്തി, അതുപോലെ തന്നെ ദക്ഷിണഭോജൻ. ഓർക്കുക, സംഗീത ചക്രവർത്തി, അതുപോലെ തന്നെ ദക്ഷിണഭോജൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? സ്വാതി തിരുനാളിനെയാണ്. ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. ഏതാണ് പേര്? രാജാ സ്കൂൾ എന്നായിരുന്നു പേര്. ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. ആരാരംഭിച്ചു? സ്വാതി തിരുനാൾ ആരംഭിച്ചു. നക്ഷത്ര ബംഗ്ലാവ്, മൃഗശാല എന്നിവ സ്ഥാപിച്ചു. നക്ഷത്ര ബംഗ്ലാവും അതുപോലെ തന്നെ മൃഗശാലയും സ്ഥാപിച്ചതും ആര് തന്നെയാണ്? സ്വാതി തിരുനാളാണ്. ആദ്യത്തെ സെൻസസ് നടത്തി. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടത്തിയതും ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പൊ സംഗീത ചക്രവർത്തി, ദക്ഷിണഭോജൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂൾ, ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. ഇന്ത്യയിലെ അല്ല, ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. അതുപോലെ തന്നെ നക്ഷത്ര ബംഗ്ലാവ്, മൃഗശാല എന്നിവ സ്ഥാപിച്ചു. ആദ്യത്തെ സെൻസസ് നടത്തി. ഇനി നമുക്ക് ഓർത്തു വെക്കാനുള്ള കോഡ് എന്താണ്? സ്വാതി ഇംഗ്ലീഷ് പാട്ട് പാടി, നക്ഷത്രം നോക്കി, മൃഗങ്ങളെ എണ്ണി. അപ്പൊ എന്താണ്? ഇംഗ്ലീഷ് സ്കൂള് നടത്തി. അതുപോലെ തന്നെ എന്താണ്? സംഗീത ചക്രവർത്തിയാണ്, അതാണ് പാട്ട് പാടി എന്ന് പറയുന്നത്. നക്ഷത്രം നോക്കി, നക്ഷത്ര ബംഗ്ലാവ് ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? സ്വാതി തിരുനാളിന്റെ കാലത്താണ്. മൃഗങ്ങളെ സൂ നിർമ്മിച്ചത് ആരാണ്? അല്ലെങ്കിൽ എന്താണ്, മൃഗശാല സ്ഥാപിച്ചതും ആരാണ്? സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ എന്താണ്? മൃഗങ്ങളെ എണ്ണി എന്നുള്ളതിന് എന്താണ്? സെൻസസ്. ആദ്യത്തെ സെൻസസ് നടത്തിയതും ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉത്രം തിരുനാളിനെ കുറിച്ച് നോക്കാം. 1846 മുതൽ 1860 വരെയാണ് ഭരണകാലഘട്ടം. ഉത്രം തിരുനാളിന്റെ ഭരണകാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണ്? 1846 മുതൽ 1860 വരെയാണ്. എന്ന് മുതൽ എന്ന് വരെയാണ്? 1846 മുതൽ 1860 വരെയാണ് ഉത്രം തിരുനാളിന്റെ ഭരണകാലഘട്ടം. പ്രത്യേകത നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എന്താണ്? കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെ? ആലപ്പുഴയിൽ. അതുപോലെ തന്നെ ആദ്യത്തെ കയർ ഫാക്ടറിയും സ്ഥാപിച്ചു. അപ്പൊ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും ആദ്യത്തെ കയർ ഫാക്ടറിയും സ്ഥാപിച്ചു. എവിടെ? ആലപ്പുഴയിൽ. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഓർത്തുവെക്കുക, കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലത്താണ്? ഉത്രം തിരുനാളിന്റെ കാലത്താണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ എന്താണ്, ശിപായി ലഹള നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും ആര് തന്നെയാണ്? ഉത്രം തിരുനാളാണ്. അപ്പൊ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപായി ലഹള നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും ആര് തന്നെയാണ്? ഉത്രം തിരുനാളാണ്. അപ്പൊ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെ? ആലപ്പുഴയിൽ സ്ഥാപിച്ചു. ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ശിപായി ലഹള നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും ആര് തന്നെയാണ്? ഉത്രം തിരുനാളാണ്. ഇനി നമുക്ക് അതിന്റെ മെമ്മറി കോഡ് നോക്കാം. ഉത്രത്തിൽ കയർ കെട്ടി പോസ്റ്റ് ബോക്സ് തൂക്കി 1857 കഥകളി കാണാൻ പോയി. അപ്പൊ എന്താണ്? ഉത്രത്തിൽ കയർ കെട്ടി പോസ്റ്റ് ബോക്സ് തൂക്കി 1857 കഥകളി കാണാൻ പോയി. അപ്പൊ എന്താണ്? ഉത്രത്തിൽ, ഉത്രം തിരുനാൾ. കയർ എന്താണ്? കയർ ഫാക്ടറി. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. കെട്ടി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ഓഫീസ്. പിന്നെന്താണ്? 1857 വിപ്ലവം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാളാണ്. കഥകളിയുടെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. കഥകളിയുടെ സുവർണ കാലഘട്ടം. അപ്പൊ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെ? ആലപ്പുഴയിൽ. ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും ആര് തന്നെയാണ്? ഉത്രം തിരുനാളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആയില്യം തിരുനാളിനെ കുറിച്ച് നോക്കാം. 1860 മുതൽ 1880 വരെയാണ് ഭരണകാലഘട്ടം. എന്ന് മുതൽ എന്ന് വരെയാണ്? 1860 മുതൽ 1880 വരെ. 1860 മുതൽ 1880 വരെ. അപ്പൊ നമുക്ക് പ്രധാന പ്രത്യേകതകൾ നോക്കാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? ആയില്യം തിരുനാൾ. പ്രത്യേകം ഓർക്കുക, 1860 മുതൽ 1880 വരെയാണ്. എന്താണ്? വർഷം പഠിക്കാൻ എളുപ്പമാണ്. 60-80 കറക്റ്റ് 20 വർഷം. 1860 മുതൽ 1880 വരെയാണ്. അപ്പൊ ആയില്യം തിരുനാളിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു.
വർക്കല തുരങ്കം പൂർത്തിയാക്കി. അപ്പം തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു, പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു, വർക്കല തുരങ്കം പൂർത്തിയാക്കി, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചു. അപ്പൊ തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു, പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു, വർക്കല തുരങ്കം പൂർത്തിയാക്കി, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചു. ആര് പുറപ്പെടുവിച്ചു? ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ചു. നമുക്ക് കോഡ് നോക്കാം. ആയില്യം പാലം കടന്ന് തുരങ്കത്തിലൂടെ കർഷകർക്കൊപ്പം ആശുപത്രിയിൽ പോയി. എന്താണ്? ആയില്യം പാലം കടന്ന്, പാലം എന്താണ്? പുനലൂർ തൂക്കുപാലമാണ്. തുരങ്കത്തിലൂടെ വർക്കല തുരങ്കത്തിന്റെ പണി പൂർത്തിയാക്കി കർഷകരോടൊപ്പം എന്താണ് കർഷകർക്ക് വേണ്ടി നടത്തിയത്? നമ്മൾ പറഞ്ഞായിരുന്നു, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം എന്ന് 1865 പുറപ്പെടുവിച്ചു. അതാണ് എന്ത്? കർഷകർക്കൊപ്പം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി തുടങ്ങിയതും ആരാണ്? ആയില്യം തിരുനാളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വിശാഖം തിരുനാളിനെ നോക്കാം. 5 വർഷം മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. 1880 മുതൽ 1885 വരെയാണ്. അപ്പൊ വിശാഖം തിരുനാൾ എന്ന് മുതൽ എന്ന് വരെയാണ്? 1880 മുതൽ 1885 വരെയാണ്. പണ്ഡിതനായ രാജാവ് എന്നറിയപ്പെട്ടത് ആരാണ്? വിശാഖം തിരുനാളിനെയാണ്. തിരുവിതാംകൂറിൽ മരച്ചീനി അല്ലെങ്കിൽ കപ്പ കൃഷി ജനകീയമാക്കിയതാരാണ്? വിശാഖം തിരുനാളാണ്. അപ്പൊ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി ജനകീയമാക്കി. സ്ഥിരം ചോദിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. തിരുവിതാംകൂറിലെ മരച്ചീനി കൃഷി ജനകീയമാക്കിയതാരാണ്? വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരിയും ആര് തന്നെയാണ്? വിശാഖം തിരുനാളാണ്. അപ്പൊ എന്താണ്? തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകിയ ഭരണാധികാരിയും ആര് തന്നെയാണ്? വിശാഖം തിരുനാളാണ്. അപ്പൊ എന്താണ്? പണ്ഡിതനായ രാജാവ് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി ജനകീയമാക്കി, തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി, മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകി. ഇനി നമുക്ക് കോഡ് നോക്കാം. വിശാഖം എന്ന പണ്ഡിതൻ കപ്പ തിന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കാൻ ഹൈക്കോടതിയിൽ പോയി. എന്താണ്? വിശാഖം എന്ന പണ്ഡിതൻ കപ്പ തിന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കാൻ ഹൈക്കോടതിയിൽ പോയി. വിശാഖം എന്ന പണ്ഡിതൻ, വിശാഖം തിരുനാൾ പണ്ഡിതനായ ഭരണാധികാരി അല്ലേ? അപ്പൊ എന്താണ്? കപ്പ എന്താണ്? അതാണ് മരച്ചീനി അല്ലെങ്കിൽ കപ്പ. അപ്പൊ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കാൻ ഹൈക്കോടതിയിൽ പോയി. എന്താണ്? തിരുവിതാംകൂറിലെ ഹൈക്കോടതി സ്ഥാപിതമായത് ആരുടെ കാലത്താണ്? വിശാഖം തിരുനാളിന്റെ കാലത്താണ്. മുല്ലപ്പെരിയാറിന് അന്തിമാനുമതി നൽകിയതും ആര് തന്നെയാണ്? വിശാഖം തിരുനാളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പഠിക്കണം. 1885 മുതൽ 1924 വരെയാണ്. എന്ന് മുതൽ എന്ന് വരെയാണ്? 1885 മുതൽ 1924 വരെയാണ് ശ്രീമൂലം തിരുനാൾ. എന്ന് മുതൽ എന്ന് വരെയാണ്? 1885 മുതൽ 1924 വരെയാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യ നിയമനിർമ്മാണ സഭ ശ്രീമൂലം പ്രജാസഭയാണ്. ഏത് വർഷം? 1904. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ നിയമനിർമ്മാണ സഭ ഏതാണ്? ശ്രീമൂലം പ്രജാസഭയാണ്. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1904. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടതും ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. എന്ന് പറഞ്ഞാൽ മലയാളി മെമ്മോറിയലും അതുപോലെ തന്നെ ഒന്നാം ഈഴവ മെമ്മോറിയലാണ്. അതുപോലെ തന്നെ മലയാളം മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഓർക്കുക, പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം എന്ത് ചെയ്തു? സൗജന്യമാക്കി. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട നിലവിൽ വന്നു. ആ സമയത്തെ ഭരണാധികാരിയും ആര് തന്നെയായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ആദ്യ നിയമനിർമ്മാണ സഭ ചോദിച്ചാൽ ശ്രീമൂലം പ്രജാസഭയാണ്. ഏത് വർഷം? 1904.
മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചതും ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടം വരെയാണ്? കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. 1904 ഇത് സ്ഥാപിതമായത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനായിരുന്നു ഇത്. ഇനി നമുക്കിതിൻ്റെ മെമ്മറി കോഡ് നോക്കാം. മൂലം സഭ കൂടിയപ്പോൾ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾ ട്രെയിനിൽ വന്ന് മെമ്മോറിയൽ നൽകി. അപ്പം എന്താണ് മൂലം സഭ? എന്താണ്? ശ്രീമൂലം പ്രജാസഭ. അത് കൂടിയപ്പോൾ എന്താണ്? പിന്നാക്ക സമുദായത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചു, ശ്രീമൂലം തിരുനാളാണ്. അതുപോലെ തന്നെ കുട്ടികൾ ട്രെയിനിൽ വന്നു. 1904 തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? കൊല്ലം ചെങ്കോട്ട ട്രെയിൻ വന്നു. അതുപോലെ തന്നെ മെമ്മോറിയൽ നൽകി. അതായത് മലയാളി മെമ്മോറിയലും ഒന്നാം ഈഴവ മെമ്മോറിയലും ആർക്ക് സമർപ്പിച്ചു? ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇനി നമുക്ക് സേതു ലക്ഷ്മിഭായിയെ കുറിച്ച് നോക്കാം. ഭരണകാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണ്? 1924 മുതൽ 1931 വരെയാണ്. 1924 മുതൽ 1931 വരെയാണ് സേതു ലക്ഷ്മിഭായിയുടെ ഭരണകാലഘട്ടം. നമുക്ക് അതിൻ്റെ പ്രത്യേകത നോക്കാം. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരി ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകൾ അവർണർക്ക് തുറന്നുകൊടുത്തു. അപ്പം എന്താണ്? വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള റോഡുകൾ അവർണർക്ക് തുറന്നുകൊടുത്തു. ദേവദാസി സമ്പ്രദായം, മൃഗബലി എന്നിവ നിരോധിച്ചു. എന്തൊക്കെയാണ് നിരോധിച്ചത്? ദേവദാസി സമ്പ്രദായവും ഒപ്പം മൃഗബലി എന്നിവ നിരോധിച്ചു. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചു. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണമാണിത്, തിരുവനന്തപുരം. അത് ഏത് വർഷം? 1929. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള റോഡുകൾ അവർണർക്ക് തുറന്നുകൊടുത്തു. ദേവദാസി സമ്പ്രദായം, മൃഗബലി എന്നിവ നിരോധിച്ചു. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത? വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള റോഡുകൾ അവർണർക്ക് തുറന്നുകൊടുത്തു. ദേവദാസി സമ്പ്രദായം, മൃഗബലി എന്നിവ നിരോധിച്ചു. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചു. ഇനി നമുക്ക് കോഡ് നോക്കാം. സേതു വൈക്കത്തെ റോഡ് തുറന്ന് ദേവദാസികളെ മോചിപ്പിച്ചു വൈദ്യുതി നൽകി. അപ്പൊ എന്താണ് വൈക്കത്തെ? സേതു ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. വൈക്കത്തെ ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ആരായിരുന്നു ഭരണാധികാരി? സേതു ലക്ഷ്മിഭായി ആണ്. റോഡ് തുറന്നു. എന്താണ്? ക്ഷേത്രങ്ങളിലേക്കുള്ള റോഡ് തുറന്നു കൊടുത്തത് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകൾ അവർണർക്ക് തുറന്നു കൊടുത്തത് ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. അതുപോലെ തന്നെ ദേവദാസികളെ മോചിപ്പിച്ചു. ദേവദാസി സമ്പ്രദായവും മൃഗബലിയും ഒക്കെ എന്താണ്? നിരോധിച്ചു. വൈദ്യുതി നൽകി. എന്നാണ്? 1929 തിരുവനന്തപുരത്തിൽ വൈദ്യുതീകരിച്ചു. അതായത് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണമായി മാറിയത് ഏതിനെയാണ്? തിരുവനന്തപുരത്തെയാണ്. ഇനി നമുക്ക് അവസാനത്തെ ഭരണാധികാരിയായ ചിത്തിര തിരുനാളിനെ കുറിച്ച് കൂടി നോക്കാം. കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 1931 മുതൽ 1949 വരെയാണ് ഭരണകാലഘട്ടം. എന്ന് മുതൽ എന്ന് വരെയാണ്? 1931 മുതൽ 1949 വരെയാണ്. ചരിത്രപരമായ ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1936 നവംബർ 12-ന്. 1936 നവംബർ 12-ന് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം ആര് തയ്യാറാക്കുന്നു? ആര് പുറപ്പെടുവിക്കുന്നു? ചിത്തിര തിരുനാൾ പുറപ്പെടുവിക്കുന്നു. KSRTC ബസ് സർവീസ് തുടങ്ങി. അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന പേരിൽ ബസ് സർവീസ് തുടങ്ങി. അതാണ് പിന്നീട് എന്തായി മാറുന്നത്? KSRTC ആയിട്ട് മാറുന്നത്. തിരുവിതാംകൂർ സർവകലാശാല, അതാണ് പിന്നീട് എന്തായി മാറുന്നത്? കേരള സർവകലാശാലയായിട്ട് മാറുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചതും ആരുടെ കാലത്താണ്? ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. അപ്പം എന്താണ്? ചരിത്രപരമായ ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷം? 1936 നവംബർ 12-ന്. KSRTC ബസ് സർവീസ് തുടങ്ങി ആരുടെ കാലഘട്ടത്തിൽ? ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. തിരുവിതാംകൂർ സർവകലാശാല, അതാണ് പിന്നീട് എന്തായി മാറിയത്? കേരള സർവകലാശാലയായി മാറിയത്. അപ്പം തിരുവിതാംകൂർ സർവകലാശാല
സ്ഥാപിച്ചതും ആരാണ്? ചിത്തിര തിരുനാളാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ അതും ആരുടെ കാലത്താണ്? ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. അപ്പൊ നമുക്ക് ഓർത്തു വെക്കാം, ചിത്തിര ബസിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി കറണ്ട് ഇട്ട് അമ്പലം തുറന്നു. അപ്പൊ ചിത്തിര എന്താണ്? ചിത്തിര തിരുനാളാണ്. ബസിൽ എന്ന് പറയുന്നത് എന്താണ്? KSRTC ആണ്. അന്ന് ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ട്രാവൻകൂർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് എന്തായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്? KSRTC ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. യൂണിവേഴ്സിറ്റിയിൽ എന്താണ്? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. അതുപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടുത്തെ കറണ്ട് എന്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പിന്നെന്താണ്? അമ്പലം തുറന്നു, അതായത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇനി നമുക്ക് PSC ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിൽ ഉള്ള PSC ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള 3 PSC ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി കൊണ്ടുവന്നതാരാണ്? വിശാഖം തിരുനാളാണ്. നമ്മൾ പഠിച്ചു. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി കൊണ്ടുവന്നതാരായിരുന്നു? വിശാഖം തിരുനാളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതാരാണ്? ചിത്തിര തിരുനാളാണ്. ചിത്തിര തിരുനാളാണ് എന്ത് വിളംബരം നടത്തുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അടിമത്തം നിർത്തലാക്കിയ റാണി ആരായിരുന്നു? ഗൗരി ലക്ഷ്മിഭായി ആയിരുന്നു. അപ്പൊ അടിമത്തം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുമാണ്.